സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നനയാത്ത നേരത്ത് ചില പ്രതിബന്ധങ്ങൾ മനുഷ്യ ജീവിതത്തിൽ തല ഉയർത്താറുണ്ട്. നനയാത്ത നേരത്ത് തല ഉയർത്തുന്ന പ്രതിബന്ധങ്ങളെ എങ്ങനെ ജയിക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ ആത്മീക സന്ദേശം. 118 സങ്കീർത്തനം 12 വാക്യം. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തീ പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഇന്ന് ദൈവത്തിന്റെ സന്ദേശം, നിന്റെ ജീവിതത്തെ കയറി ബാധിച്ച ചിലതിനെ കർത്താവിന്റെ നാമത്തിൽ ഇല്ലായ്മപ്പെടുത്തണം. അതിന് മുകളിലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുക, അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു. എന്നിട്ട് 12 വാക്യത്തിൽ എഴുതിയിരിക്കുക, എങ്ങനെയാ വളഞ്ഞ്? അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. ഈ തേനീച്ചയുടെ തേനെടുക്കുവാനായി ഒരു മനുഷ്യൻ അടുത്തു ചെല്ലുമ്പോൾ അവന് ചുറ്റും തേനീച്ച പറ്റം എങ്ങനെ ശബ്ദമുണ്ടാക്കി അവനെ അസ്വസ്ഥപ്പെടുത്തി അവന് ചുറ്റും നടക്കുന്ന ഒരനുഭവമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ കാണുന്നത്. ജീവിതത്തിന്റെ മേഖലകളിൽ നനയാത്ത നേരത്ത് ചില പൈശാചിക ആസക്തികൾ ഒരു തേനീച്ചപ്പറ്റം കൂട്ടമായി വന്നാക്രമിക്കുന്നത് പോലെ ചിലരെ ആക്രമിക്കുന്ന അനുഭവമാണ് ഇന്ന് ദൈവം ആത്മാവിൽ കാണിച്ചു തരുന്നത്. നിന്റെ മനസ്സ് അസ്വസ്ഥമായി, നിന്റെ ശരീരം അസ്വസ്ഥമായി, നിന്റെ ബിസിനസ്സിൽ അസ്വസ്ഥത, നിന്റെ കുഞ്ഞിന്റെ ഭാവിയിൽ അസ്വസ്ഥത, കുടുംബജീവിതത്തിൽ അസ്വസ്ഥത, എന്താന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല എന്താന്ന്. എന്നാ സങ്കീർത്തനക്കാരൻ പറയുക, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളയുമ്പോൾ ഈ ശക്തികളെ ഹനിപ്പിക്കുവാൻ കഴിയുന്നൊരു നാമം എനിക്കുണ്ട്. അത് യഹോവയുടെ നാമമാ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമമാ. സങ്കീർത്തനക്കാരൻ പറയും, ആ നാമത്തിൽ തേനീച്ച പറ്റം പോലെ തലപൊക്കി എൻ്റെ ആത്മീക ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും കാർന്നു തിന്നുന്ന ദുഷ്ടശക്തികളുടെ ആസക്തികളെ ഞാൻ എന്നേക്കുമായി ഇല്ലായ്മപ്പെടുത്തും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ ചുറ്റി വളയുന്ന ചില ദുഷ്ടശക്തികളെ ഇല്ലായ്മപ്പെടുത്തുന്ന ഒരു ആത്മീക അധികാരം ഇവിടെ വ്യാപരിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ചിലതൊക്കെ ഇല്ലായ്മപ്പെടാൻ പോവാം. നിന്റെ ലൈഫ് സുഗമമാകത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ പോവാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നനയാത്ത നേരത്തു തലപൊക്കുന്ന ദുഷ്ടശക്തികളുടെ പ്രവർത്തന മേഖലകളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇല്ലായ്മപ്പെടുത്തുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ ദിവസങ്ങളിൽ നിനക്ക് ജയമുണ്ട്. ഗോഡ് ബ്ലെസ് യു.